ഞങ്ങളുടെ തഞ്ചാവൂർ യാത്രയുടെ രണ്ടാമത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് തഞ്ചാവൂർ മ്യൂസിയവും മറ്റു കാഴ്ചകളുമായിരുന്നു. അങ്ങനെ തിരിച്ച് റൂമിലെത്തിയ ശേഷം ഒരു 6 മണി കഴിഞ്ഞ് ഫ്രഷായി ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങി. അമ്പലത്തിന്റെ ഏറ്റവും അടുത്താണ് ഞങ്ങളുടെ റൂം എന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങൾക്ക് വഴിതെറ്റി. അവസാനം 1.5 കിലോമീറ്ററോളം നടന്നാണ് അമ്പലത്തിലെത്തിയത്. ദൂരെ നിന്ന് അമ്പലത്തിന്റെ ഗോപുരം കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ആകെ ഫ്ലാറ്റായി. സ്വർണപ്രഭയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന അമ്പലവും ചുറ്റുപാടും ആകെ കിളിപോയൊരവസ്ഥ. ഏതോ ഒരു സ്വർഗലോകത്ത് എത്തിപ്പെട്ട ഒരു ഫീല്. പണ്ട് ഹംപിയിൽ പോയപ്പോൾ കിട്ടിയ അതേ ഫീല്. പണ്ടത്തെ പ്രൗഢിയും ഇന്ത്യൻ ചരിത്രവും ശില്പവിദ്യകളും കൊണ്ട് സമ്പന്നമായ രാജരാജ ചോഴന്റെ സ്വന്തം തഞ്ചാവൂർ പെരിയ കോവിൽ. ദക്ഷിണമേരു, ശ്രീ രാജരാജേശ്വരൻ ക്ഷേത്രം, തിരുവുടയാർ കോവിൽ എന്നിങ്ങനെ ഒരുപാട് പേരുകൾ ഈ അമ്പലത്തിനുണ്ട്. കുറച്ചുനേരം ക്ഷേത്രത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച ശേഷം ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ ചെരുപ്പുകൾ വെക്കാനുള്ള സ്ഥലം അന്വേഷിച്ചാണ്. ചെരുപ്പുകൾ വെക്കാനായിട്ട് ഒരാൾക്ക് 1 രൂപയാണ് വരുന്നത്. അങ്ങനെ ചെരുപ്പുകളൊക്കെ സേഫാക്കി വെച്ച് ബില്ലും വാങ്ങി ഞങ്ങൾ ഇറങ്ങി. അപ്പൊ നമ്മൾ എവിടെയാണ്? അരേ ഇതെന്താ 1 കിലോമീറ്റർ അപ്പുറത്തും. സത്യം പറഞ്ഞാല് എത്ര കണ്ടിട്ടും മതിയാകുന്നില്ല അമ്പലത്തിന്റെ രാത്രി കാഴ്ചകള്. ഒരേ ഓളത്തിൽ അങ്ങോട്ട് നടന്നു പോവല്ലേടി. തിരിയ അവിടെ നിന്നാ പൊക്ക ടെമ്പിളിൽ നിന്ന് ഇറങ്ങി ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അതായത് ഇന്ന് ഒട്ടും നമ്മൾ നോൺ വെജിറ്റേറിയൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല നോൺ വെജ് ഇല്ല. എന്നെ കൊണ്ട് വെച്ചു അല്ല കേട്ടോ, ഞാൻ ഓക്കെയാണ്, പക്ഷെ അവളെ കൊണ്ട് പറ്റുന്നില്ല. ആൾക്ക് പൊറോട്ടയും മുട്ടക്കറിയും വേണം അത്രേ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. പൊറോട്ടയും മുട്ടക്കറി അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ചിക്കൻ ബിരിയാണി. അങ്ങനെയല്ല കേട്ടോ പറഞ്ഞത്, അങ്ങനെയല്ല പറഞ്ഞത്. എൻ്റെ ഫേസ് കാണിക്കുക. ഞാൻ പറഞ്ഞത് എനിക്ക് എന്തെങ്കിലും ഒന്ന് വേണം നോൺ വെജ് ആയിട്ട്. ഇനി ഒന്നുമില്ലെങ്കിലും ഒരു മുട്ടക്കറിയെങ്കിലും. ചേട്ടന് കുറച്ചേ കൂടി ബൈക്കോണ് ഞാൻ പറയാം. ലൈറ്റ് പോയോ? എൻ്റെ എന്നോട് എപ്പോഴും പറയും നോൺ വെജ് ഇല്ലാതെ കുട്ടിക്ക് നല്ലത് ഇറങ്ങുമോ. പക്ഷെ ഇന്ന് ഫുള്ള് അവർ പറഞ്ഞു, ഓട്ടോക്കാരുടെ ചോദിച്ചപ്പോൾ അവർ ഏതൊരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് പറഞ്ഞു. ഇവിടുന്ന് ലെഫ്റ്റ് അവിടുന്ന് റൈറ്റ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നമ്മളെ കൺഫ്യൂസ് ആക്കിയിട്ട് അവർ പറഞ്ഞു 80 രൂപക്ക് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കൊണ്ടാക്കാൻ പറഞ്ഞു. ഞങ്ങൾ വേണ്ട നടന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ നടന്ന് കാലിലേന്നിട്ട് ഇന്ന് ഞങ്ങൾ 80 രൂപ ഞങ്ങൾ കൊടുക്കില്ല. പക്ഷെ ഞങ്ങൾ അതിൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി കഴിക്കും 80 രൂപയ്ക്ക്. പക്ഷേ ഓൾറെഡി സൈഡിൽ നിന്ന് വാങ്ങിച്ചത് ചേച്ചി നടക്കും. പുളിയോ തുരയൊക്കെ ഉണ്ട്, അത് കഴിക്കണം. ഇവൾക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ക്രേസാ കഴിച്ചു. പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒരു ചിക്കൻ കാലോ ഒരു പോത്തും കാലോ അല്ല കേട്ടോ. ഞാൻ വേറൊരു സംഭവം കാണിച്ചു. എൻ്റെ മുടിയിലൊരു ഞാൻ കാണിച്ചു കൊടുക്കാം. ഞാൻ അതെങ്ങനെ എടുക്കാൻ പറ്റില്ല. എന്തൊക്കെ കട്ട് ചെയ്താ. ആ ടെമ്പിളിൻ്റെ മുമ്പിൽ അരളിപ്പൂവ് നിൽക്കുന്നതുണ്ട്. ഒരു തവണ വാങ്ങിക്കണോ വേണ്ടേന്ന് ഒരുപാട് ആലോചിച്ചു. കുറച്ച് നടന്നു, വീണ്ടും വന്ന് അരളിപ്പൂ തലയിൽ വെച്ച് ഷോ കാട്ടി നടക്കുകയാണ് ഗൈസ്. ഒന്ന് സ്ലോ മോഷനിൽ തിരിഞ്ഞു. ഇപ്പം ഏകദേശം കാണാൻ നല്ല തമിഴാളിക്കുട്ടിയെ പോലെ ഉണ്ട്. ഇങ്ങോട്ട് നോക്കൂ. തമിഴ് പെൺകുട്ടിയെ പോലെ.
കണ്ടോ ഗൈസ്, എന്നോടുള്ള കെയറിങ് ആണ്. ഞാൻ റോട്ടിലോട്ടൊന്ന് പോയോന്ന് വിചാരിച്ചു. നമ്മളോട് പറഞ്ഞു ഇങ്ങനെ തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കാം, നല്ല വൈബായിരിക്കും. ഇവിടെ എന്നോട് പറഞ്ഞു മുഖം കഴിക്കും തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കാം. തട്ടുകടയിലാവുമ്പോൾ പൈസ കുറവായിരിക്കും, എന്തെങ്കിലുമൊക്കെ നമുക്ക് സെറ്റായിട്ട് കഴിഞ്ഞാൽ. അവള് പറഞ്ഞു വിശ്വസിക്കാൻ പറ്റില്ല, എന്തെങ്കിലും വയറ് പണി കിട്ടി കഴിഞ്ഞാൽ നാളത്തെ ട്രിപ്പ് നോക്കും ക്യാൻസൽ ആവും. അത് ഞാൻ ആലോചിച്ചു ശരിയാണ്. അവിടെ നോക്ക് എന്തൊക്കെയോ തട്ടുകടയിൽ നിന്ന് ഭയങ്കര ഇഷ്ടമാണ്. നീ തട്ടുകടയിൽ നിന്ന് കഴിക്കും, ഞാൻ അല്ലാത്ത കടയിൽ നിന്ന് കഴിക്കാം. അത് അങ്ങനെ വെച്ചില്ല. എന്നിട്ട് നിനക്ക് വയറിളകിയാൽ കുഴപ്പമില്ലല്ലോ, ഞാൻ നാളെ ബാക്കി ഫോട്ടോഷൂട്ട് നടത്താം. അയ്യോ എങ്ങനെ, പക്ഷെ കുഴപ്പമില്ല, ഫ്രഷ് ആ വേണ്ടടാ. എന്താണ് അവിടെ ഉദ്ദേശിച്ച തട്ടുകട? മുട്ടെങ്കിലും വേണം പറഞ്ഞില്ലേ, മുട്ട വേണമെങ്കിൽ കഴിച്ചു. എന്താ വെറുതെ അലഞ്ഞു തിരിഞ്ഞ് കോഫിയൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത ചന്തയാണ്. ശരിക്കും കുറച്ച് ക്യാരറ്റൊക്കെ വാങ്ങിയാണ് പച്ചക്ക് കടിച്ചതാണ്. അല്ലക്കല്ലേ നോൺ വെജ് വേണം. ഡാഡി ഫുഡ് ഫുഡ് രണ്ട് ഓംലേറ്റ് വാങ്ങിച്ചാലടി വാങ്ങിച്ചോ. ചായ കുടിച്ചിട്ട് പോയാലോ സാധന? ടയർഡല്ലേ? എത്ര നേരം നടന്നു. വെറുതെ ടെമ്പിളിൽ നിന്ന് തിരിഞ്ഞൊരു ഫുഡ് കാണിച്ചാൽ മതിയായിരുന്നു. നോക്കി ഇവിടെയും തിന്നാൻ. ഓ മൈ ഗോഡ്, നാടൻ പെൺകുട്ടി. വരൂ, ഇപ്പോൾ വാതിലടയും. അങ്ങനെ ഗൈസ് നമ്മൾ റൂമിലെത്തുകയാണ് ആഫ്റ്റർ എ ലോങ് വാക്ക്. ഇതാണ് ഞങ്ങളുടെ റൂം 104. ടെമ്പിൾ വ്യൂ ഉള്ള റൂമല്ല, എന്നാലും കുഴപ്പമില്ല, കൊള്ളാം. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി തീർന്നിരിക്കുന്നു.